വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ ധർണ നടത്തി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ചെറുപുഴ മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വ്യാപാരി ഭവൻ പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി ആൾക്കാർ പങ്കെടുത്തു. ചെറുപുഴ ബസ് സ്റ്റാൻഡ് ചുറ്റിയുള്ള പ്രകടനം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു. എല്ലാം ഒന്നാണ്. വ്യാപാരികളുടെ ശബ്ദമില്ല, വ്യാപാരികളുടെ ശബ്ദമില്ല, അതിന്റെ ശബ്ദമില്ല, അതിന്റെ ശബ്ദമില്ല. ആരുണ്ടിവിടെ തടയാനായി വ്യാപാരിക്കും പ്രതിഷേധ ധർണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജെ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നിർദ്ദേശങ്ങൾ പരിഗണിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വ്യാപാരികൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തൊഴിൽ കരം അടച്ചുകൊണ്ട് ലൈസൻസ് എടുത്തുകൊണ്ട് മാത്രമേ പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയാം. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് 4-5 വർഷങ്ങൾക്ക് മുൻപ് 120 രൂപ ലൈസൻസ് ഫീയും 300 രൂപ തൊഴിൽ കരവും ഉണ്ടായിരുന്നത് 2 വർഷങ്ങൾക്ക് മുൻപാണ് 900-ലേക്കും 1200-ലേക്കും 1500-ലേക്കും 2000-ലേക്കും 2500-ലേക്കും 5000-ലേക്കും എത്തി നിൽക്കുന്നത്. അങ്ങനെ നിൽക്കവേ അതെല്ലാം നമ്മൾ സഹിച്ചുകൊണ്ട് വ്യാപാരം എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം. പകരം വെക്കാൻ ആളുകളില്ലാത്ത, പകരം കടന്നു വരാൻ ആളുകളില്ലാത്ത ഒരു തൊഴിൽ മേഖലയായി മാറിയ നമ്മുടെ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാൻ മറ്റു വഴികളൊന്നുമില്ലാത്തത് കൊണ്ട് ഓരോ തവണയും വന്നുകൊണ്ടിരിക്കുന്ന നികുതി നിർദ്ദേശങ്ങളും വൈദ്യുത ചാർജ് വർധനവും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സഹിച്ചുകൊണ്ട് ഒരു അടിമവർഗമായി വ്യാപാരികൾ കുറെ വർഷങ്ങളായി ഈ നാട്ടിൽ തൊഴിൽ ചെയ്തു വരുന്നു. വരുമാനങ്ങൾ അനുദിനം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇതുപോലെ വരുമാന നഷ്ടം സഹിച്ച് വരുമാന നഷ്ടം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ഈ നാട്ടിൽ വ്യാപാരികളല്ലാതെ മറ്റാരുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കർഷകരുമുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ എല്ലാ മാസവും കൃത്യമായി വാടക കൊടുക്കുകയും എല്ലാ മാസവും കൃത്യമായി വൈദ്യുതി ചാർജ് അടയ്ക്കുകയും എല്ലാ മാസവും GST കൊടുക്കുകയും എല്ലാ വർഷവും ലൈസൻസും തൊഴിൽ കരവും കൊടുക്കുകയും ചെയ്യുന്ന ഈ വ്യാപാരികളുടെ മേൽ ഓരോ തവണയും പുതിയ പുതിയ നികുതി നിർദ്ദേശങ്ങളിലൂടെ അവരുടെ സാമ്പത്തിക ബാധ്യത വർദ്ധിപ്പിച്ചു കൊണ്ടുവരുന്ന സമീപനത്തിൽ നിന്നും ഗവൺമെന്റ് പിന്തിരിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളുടെ ചരിത്രത്തിന് ഏകദേശം സംഘടനയുടെ രൂപീകൃതമായ കഴിഞ്ഞ 45 വർഷവും ഉണ്ട് എന്നത് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. റോയി ജോസ് അധ്യക്ഷത വഹിച്ചു. ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മുടെ ഈ പ്രകടനത്തിലൂടെ മാർച്ചിലൂടെയുള്ള മുദ്രാവാക്യങ്ങളുടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കി കാണും. നമുക്ക് ദിനംപ്രതി നമ്മുടെ നാട്, നമ്മുടെ വ്യാപാര സമൂഹം താഴേക്കരയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു വ്യാപാരി രാവിലെ 7 മണിക്ക് 8 മണിക്ക് കട തുറന്നാൽ രാത്രി 7, 8, 8, 9 കട അവസ്ഥ അടയ്ക്കുന്ന വരെയുള്ള ആ സമയം അവന് ഒരു ദിവസം കിട്ടുന്ന വരുമാനം, അവന് ഒരു ദിവസം സാധാരണക്കാർക്കുള്ള മറ്റ് കർഷക തൊഴിലാളികൾക്കുള്ള ആ ഒരു വരുമാനം പല വ്യാപാരികൾക്കും ലഭിക്കുന്ന യാഥാർത്ഥ്യം തന്നെയാണ്. റോയി ജോസഫ് സ്വാഗതം പറഞ്ഞു. പ്രതിഷേധിക്കുകയാണ്. ഒരു സമരമുഖത്തേക്ക് എത്താൻ വളരെ മടിക്കുന്ന ഒരു സമൂഹമാണ് വ്യാപാര സമൂഹം. പക്ഷേ ഞങ്ങളെ ഈ സമരമുഖത്തേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ചില ദുസ്സഹമായ സാഹചര്യങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ GST മുതലായ നയ സമീപനങ്ങൾക്കെതിരെ ഞങ്ങൾ ഈ രാജ്യത്ത് ഇന്ത്യൻ തലസ്ഥാന പാർലമെന്റിലേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് അടുത്ത 18-ാം തീയതി. അതിന് മുന്നോട്ട് ആയിട്ട് കൂടിയാണ് ഈ സമര പരിപാടി ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ഈ സമര പരിപാടിയിലേക്ക് പങ്കെടുത്ത മുഴുവൻ പേരെയും ഹൃദയമായി സ്വാഗതം ചെയ്യുകയാണ്. കെട്ടിട വാടകയുടെ മേലുള്ള GSTക്കെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഫെബ്രുവരി 18 നടത്തുന്ന പാർലമെന്റ് മാർച്ചിന്റെ മുന്നോടിയായിട്ടാണ് തൊഴിൽ നികുതിക്കെതിരെ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ ധർണ നടത്തിയത്.
ജീവിതമാർഗം കണ്ടെത്തേ ജീവിതമാർഗം കണ്ടെത്തേ കയ്യം കെട്ടി നോക്കിയിരിക്കാൻ ആരും തടയുന്നില്ല ആരും തടയുന്നില്ല വിപണി ഇനി നടക്കില്ല മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം, വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ.